സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. യോന 2-10 വാക്യം. യോനയെ ഒരു മഹാമത്സ്യം വിഴിഞ്ഞ് അത് അവനെ കരയിൽ ഛർദ്ദിക്കുന്നതുവരെ 3 ദിവസം അതിൻ്റെ വയറ്റിൽ കിടന്നു. യോനയെ വിഴുങ്ങിയത് അവിജയമായി ഒരു തിമിംഗലം പിടിച്ചതാണ്. അവൻ ഇസ്രായേലിലെ ശത്രുക്കളെ വെറുത്തു കൊണ്ടും അവരുടെ മാനസാന്തരം ഇഷ്ടപ്പെടാത്തതുകൊണ്ടും ആണ് നിനവേൽ പോയി പ്രസംഗിപ്പാൻ ദൈവം പറഞ്ഞപ്പോൾ യോന വേറെ സ്ഥലത്തേക്ക് ബോട്ട് കയറി. അതുകൊണ്ട് അവനെ തിരിച്ചവിടെ കൊണ്ടുവരാൻ ദൈവം തിമിംഗലം പോലുള്ള മത്സ്യത്തെ നിയമിച്ചു. യോന അശ്രയക്കാരെ വെറുത്തതിനെ കുറ്റപ്പെടുത്താനാകില്ല. അവർ പണ്ട് ഇസ്രായേലിനെ പീഡിപ്പിച്ചവരാണ്. ഏതാണ്ട് 50 വർഷത്തിനിടയിൽ അവർ വടക്കേ ഗോത്രങ്ങളെ ഇനിയൊരു തിരിച്ചറിവില്ലാത്ത വിധം പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാനിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അശ്രയക്കാരോട് ക്ഷമിക്കുക എന്നതിൽ യോനയ്ക്ക് അനിഷ്ടം തോന്നുന്നത് മനസ്സിലാവുന്നതാണ്. എന്നാൽ യോന സകല ജനത്തിൻ്റെയും ദൈവമായവനേക്കാൾ ദൈവത്തിൻ്റെ ജനമായവരോട് കൂടുതൽ കൂറ് പുലർത്തുന്നത് ദൈവം ഇസ്രായേലിൻ്റെ ശത്രുക്കളായവരെയും സ്നേഹിക്കുകയും രക്ഷിപ്പാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ്. അവൻ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നു, രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൻ്റെ ചിറകുകൾ ധരിച്ച് യേശുവിൻ്റെ സുവിശേഷം നമുക്ക് എന്താ? യേശുവിനെ അന്വേഷിക്കേണ്ടവരായി ആരുണ്ട്? അവരോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങളെങ്ങനെ വർദ്ധിപ്പിക്കും? പ്രാർത്ഥിക്കാം. യേശുവെ, അങ്ങ് സ്നേഹിക്കുന്ന പോലെ എൻ്റെ ശത്രുക്കളെ എന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് കാണിച്ചു തന്നണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.